വെച്ചാൽ ഉരുളക്കിഴങ്ങ് അത് നമ്മുടെ ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു എക്സ്പെരിമെന്റ് കൂടിയാണ്. സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ വീട്ടിൽ കറി വെക്കാൻ വേണ്ടി മേടിച്ച ഒരു ഉരുളക്കിഴങ്ങാണിത്. അപ്പോൾ 2 ദിവസം വെറുതെ ഞാൻ മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ മാറ്റി വെച്ചപ്പോൾ മുള പൊട്ടിയിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് നോക്കി കണ്ടാൽ അറിയാം, നമ്മുടെ ഉരുളക്കിഴങ്ങ് മുള പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുള പൊട്ടിയതിന് നമുക്കിനി ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ഒരു ഉരുളക്കിഴങ്ങ് മേടിച്ച് 2 ദിവസം ഇച്ചിരി ഈർപ്പമുള്ള സ്ഥലത്തേക്കൊക്കെ മാറ്റി വെച്ചാൽ ഇതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മുള പൊട്ടി വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് തരുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് നമ്മൾ ഓരോരോ പീസാക്കാൻ പോവുകയാണ്. ഈ മുള വന്നേക്കുന്ന ഓരോ സ്ഥലം നമ്മൾ ഓരോരോ പീസാക്കുവാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് 3 പീസാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, ആദ്യമായിട്ട് തരുന്നത് നമ്മൾ ഗ്രോ ബാഗ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് വെച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്ത് ഇടാൻ പോകുന്നത് കരികിലയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഇതിനകത്ത് കരികില നിറച്ച് കൊടുക്കാം. കാരണം വെച്ചാൽ നമ്മുടെ കരികിലയാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ സാധനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം കരികില നിറച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മുടെ പോട്ടിംഗ് മിക്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചാണകപ്പൊടി, ചകിരിച്ചോറ്, അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ നമ്മുടെ അങ്ങനെ കുറേ സാധനങ്ങൾ, അങ്ങനെ നമ്മുടെ ഒരു അടിപൊളി പോട്ടിംഗ് മിക്സ് ആണ് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ, നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പോട്ടിംഗ് മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ നമ്മുടെ പോട്ടിംഗ് മിക്സ് നമ്മുടെ ഗ്രോ ബാഗ് നമ്മൾ നിറച്ചിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഒന്ന് അമർത്തി കൊടുക്കാം. കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നടാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നടാൻ വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് ഇച്ചിരി ചാരത്തിൽ, നമ്മൾ ഈ നടുന്ന അടിഭാഗം നമുക്ക് കുറച്ച് ചാരത്തിൽ ഇതുപോലെ നമുക്ക് കുറച്ച് ചാരത്തിൽ ഇങ്ങനെ മുക്കി നട്ടു കൊടുക്കാം. ചാരത്തിൽ മുക്കി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു കുഴി കുഴിക്കാം. ഇനി നമ്മളെ ചാരത്തിൽ മുക്കിയ നമ്മുടെ ഉരുളക്കിഴങ്ങ് നമുക്ക് നമ്മുടെ ഈ കുഴിയിലേക്ക് പതുക്കെ അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മളെ മുള മണ്ട വരുന്ന രീതിയിൽ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഉരുളക്കിഴങ്ങിൽ നമ്മൾ നട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് കൃഷിയുടെ അപ്പോൾ നമ്മുടെ ഈ നടിയിലാണ് നമ്മുടെ ആദ്യത്തെ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ നമ്മുടെ ചീരയാണ്. ആ ചീര നമ്മൾ ഒന്ന് വിളവെടുത്തതിന് ശേഷം വീണ്ടും ആ മുറിച്ചെടുത്തതിലേക്ക് ആ തളുപ്പിൽ നിന്ന് നമ്മുടെ ചീര മുളച്ചു വന്നിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് ഒരു അപ്ഡേറ്റും കൂടെയാണ് നമ്മുടെ ഈ ചീര കൃഷിയെ പറ്റി. അതുപോലെ തന്നെ കൂട്ടുകാർ, ഒരു അപ്ഡേറ്റും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു പരീക്ഷണ വീഡിയോയും കൂടെ ഇതിനിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷണ വീഡിയോ അല്ല, ഈ വീഡിയോ സക്സസ് ആവുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഈ ചുവന്ന ഉള്ളിയുടെ വെള്ളത്തിലുള്ള ഒരു കൃഷിയാണ്. വെള്ളത്തിലുള്ളതല്ല, ഒരു ചെറിയ കൃഷി വീഡിയോ ആണ്. അപ്പോൾ അത് ചിലപ്പോൾ അപ്ലോഡ് ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പാർട്ടായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. നല്ല മഴയൊക്കെയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.